ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഓക്സിറ്റോസിനെ കുറിച്ചാണ്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡോപ്പമിനെ കുറിച്ച് സംസാരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഓക്സിറ്റോസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നോർമലി ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി സമയത്ത് നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം കൺട്രാക്ട് ചെയ്ത് കുട്ടി പുറത്തു വരുന്ന സമയത്താണ് ഓക്സിറ്റോസിൻ റിലീസ് ആവുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് പുറത്തേക്ക് വരാനും ഈ ഓക്സിറ്റോസിൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ട് ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതുകൊണ്ട് തന്നെ ഓക്സിറ്റോസിന് ലവ് ഹോർമോൺ അഥവാ ബോണ്ടിങ് ഹോർമോൺ എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. ഇനി ഓക്സിറ്റോസിനും ഡോപ്പമിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടി പറയാം. ഡോപ്പമിൻ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ബോയ് ഫ്രണ്ടിന് ഒരു ഗേൾ ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഭയങ്കര ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും, ഭയങ്കര സന്തോഷം ഉണ്ടാവും. പക്ഷെ കുറെ കഴിയുമ്പോൾ അതിന്റെ ലെവൽ കുറഞ്ഞ് ആ ആവശ്യം കെട്ടടക്കും. അതുപോലെയാണ് ഡോപ്പമിൻ. പക്ഷെ ഓക്സിറ്റോസിൻ എങ്ങനെയാ? ഓക്സിറ്റോസിൻ ഒരു ലോങ് ടേം റിലേഷൻ അല്ലെങ്കിൽ ഒരു ലോങ് ടേം അഫെക്ഷൻ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഓക്സിറ്റോസിൻ റിലീസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്സിറ്റോസിൻ ആണ് ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ. ഓക്സിറ്റോസിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഫീലിംഗ് ആണ്, ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഓക്സിറ്റോസിൻ. ഇനി നമുക്ക് നാച്ചുറൽ ആയിട്ട് ഓക്സിറ്റോസിൻ കൂട്ടാനുള്ള വഴികളെ കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ ഡോപ്പമിൻ ഇൻക്രീസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ. രണ്ടാമതായിട്ട് നല്ല പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നവരോ എഴുതുന്നവരോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെറ്റ്സുമായിട്ട് കളിക്കുക, അതിനെ തലോടുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഓക്സിറ്റോസിൻ ലെവൽ കൂടും. അതുപോലെ തന്നെ വീട്ടിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ടോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടോ നമ്മൾ നല്ല കോൺവെർസേഷൻ ചെയ്യുമ്പോൾ അവർ പറയുന്നത് കേൾക്കുക, അവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഓക്സിറ്റോസിൻ റിലീസ് ധാരാളമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവും കരുതലും ഒക്കെ എക്സ്പ്രസ് ചെയ്യുക, ഹഗ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന വഴിയൊക്കെ ഓക്സിറ്റോസിൻ ലെവൽ കൂട്ടാൻ സാധിക്കും. അതുപോലെ നല്ലൊരു മസാജ് കിട്ടുമ്പോഴും നമ്മുടെ ഓക്സിറ്റോസിൻ ലെവൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇനി ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നാച്ചുറൽ ആയിട്ട് ഓക്സിറ്റോസിൻ കൂട്ടാനുള്ള വഴികൾ. അപ്പോ ഹാപ്പി ഹോർമോൺസിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.